ഇതാണ് ഞാൻ പറഞ്ഞത്, മനസ്സൊന്ന് വിളിച്ച കർത്താവ് വിളി കേൾക്കുന്നു. ഇത്രയും ചങ്ങാതിമാരുണ്ടായിട്ട് എന്റെ മോനെ രക്ഷിക്കുക ഒരു വരുത്തനാണല്ലോ വന്നത്. ഒരു മാതിരി ചൊറിയണ വർത്താനം പറയരുത് കേട്ടാ. ഞങ്ങ പുറംകടലിൽ പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കോഴിക്കാവറും കൂട്ടരും ജീവനോടെ പോവില്ലായിരുന്നു. പൊക്കത്തിനെ വെട്ടി നുറുക്കിയാനെ. ഉവ്വ ഒട്ടി നടക്കാനും ഓസിന് നടക്കാനും എല്ലാരും കാണും. ഉപ്പിനും മുളകിനും കൊള്ളാത്ത നീയൊക്കെ എന്തിനാടാ ചങ്ങാതിമാരെന്നും പറഞ്ഞു നടക്കണത്? കൊറേ നേരം വയല തുടങ്ങിയിട്ട് അമ്മയൊന്നും നിർത്തണ്ട. എന്നേലും അവനെ നമ്മുടെ തനിച്ച് കിട്ടാണ്ടിരിക്കില്ല. കോയിക്കാതറിന് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് പകരം വീട്ടാനൊന്നും നിക്കണ്ട കേട്ടാ. നിന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞ ആളെ ഞാൻ ലാസറേറ്റിന്റെ വീട്ടിൽ വെച്ച് കണ്ടായിരുന്നു. പേര് വാപ്പൂട്ടിന്നാണ്. തെക്കങ്ങാണ്ടാണ് വീട്. ആളിത്തിരി മോശം സ്വഭാവക്കാരനാണെന്നാ തോന്നണം. അയാൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് നീ ചോദിച്ചാ? അതിന് ചോദിച്ചിട്ട് എന്തെങ്കിലും പറയണ്ടേ? ഒരു നല്ല വാക്ക് പോലും പറയാനൊത്തില്ലല്ല. ബോധവും പൊക്കടില്ലാണ്ട് കിടക്കുമ്പോ എങ്ങനെയാണ് നല്ല വാക്ക് പറയുന്നത്? അതിന് ഇനിയും സമയമുണ്ടല്ല. ലാസറിന്റെ വീട്ടിലാണ് അയാക്കടെ പൊറുതി. ഇനി ഇപ്പോഴൊന്നും പോകുകയല്ല. അമ്മ അതും പറഞ്ഞു വായിലെ നാറ്റങ്ങളെ നീ ഓടിയായിരുന്നു. എടാ ലോറൻസ്, നമ്മക്ക് പോവാ. വെളുപ്പിന് പോവാണ്ടതല്ലേ? വരട്ടെ. ഇതെന്താണ് ഇവിടെ വന്ന് കിടക്കണത്? ഇക്കണ്ട നേരമായിട്ടും കാണാണ്ടായപ്പോ ഞാൻ വിചാരിച്ചു കേട്ടാ മിണ്ടാണ്ടങ്ങാട് പോയെന്ന്. അന്തിക്ക് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കിടക്കാറ്റ് കൊള്ളണ്ട കേട്ടാ, നീരിറക്കം കൂടും. വാ, മേരി ചോറും വിളമ്പി വെച്ച് കാത്തിരിക്കണേന്ന്. വേണ്ട, എനിക്ക് വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണിത്? അന്തിപ്പട്ടിണി കിടക്കാൻ പറ്റൂല എന്ന്. വാ, ഇതെന്താണ് ഇങ്ങനെ? ദേ ഒരു ഗ്ലാസ് വിടണ. കുണ്ട് കൊട്ടുവടി ഈ വേദനയും വല്ലായ്മ ഒക്കെ പമ്പ കിടക്കും കേട്ടാ. ഞാൻ കഴിക്കില്ല. ആ, നിങ്ങൾക്ക് കള്ള് ഹറാമാണല്ല. എന്നാലേ ഈ കടാപ്പുറത്തുള്ളവർ മുഴുവൻ കുടിക്കും കേട്ടാ. ഞാൻ ആരോടും പറയേല. വേണ്ട. ഒന്ന് വേഗം വിളമ്പടി, ഇവിടെ വിശന്ന് കണ്ണും തള്ളിരിക്കണേന്ന്. തിരിങ്ങാടും താടി. ആ ഇതാണ് മേരിയുടെ ചെമ്മീൻ മുളകിട്ടത് സ്പെഷ്യലി. എങ്ങനെയുണ്ട്? അല്ല, നമ്മക്ക് വീട്ടിലാരൊക്കെയുണ്ട്? ആരുമില്ല. ഉമ്മയും ബാപ്പയും കൂടെ പുറപ്പോളും ആരുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്ത് പറ്റി? ഒന്നും തിന്നാണ്ടാണല്ലോ എഴുന്നേറ്റ് പോയത്. ആ, നീ വീട്ടുകാരെ പറ്റി ചോദിച്ചിട്ടാകും. ബാപ്പുട്ടിക്കാക്ക് നല്ല ക്ഷീണം കാണുമല്ലേ? നേരത്തെ കിടന്നുറങ്ങാൻ നോക്ക്. എടി മേരിയെ, ആ ചായപ്പിൽ പായിട്ട് കൊടുത്തേടി. വേണ്ട, ഞാനിവിടെ കിടന്നോളാം. അത് വേണ്ട. ആ കോയിക്കാതൊരു മൂർഖനാണ്, എന്തും ചെയ്യാൻ മടിക്കൂല കേട്ടാ. അങ്ങനെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമോ ലാസേട്ടാ? ഞാൻ എന്റെ ഇവിടെ കിടന്നോളാം. ഉമ്മ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എടി മേരിയെ, പായ പുറത്തിട്ടാ മതി എടിയേ. പുറത്ത് നല്ല തണുപ്പാണ്, ഉറക്കം കിട്ടൂല കേട്ടാ. അകത്ത് കിടന്നാ മതിയായിരുന്നു. ഇതിനിടെ ഇപ്പൊ പിന്നെയും കയറ്റിയാ? നന്നായിട്ട് കിടന്നുറങ്ങാനാടി. എന്നാ പിന്നെ എനിക്കൂടെ കുറച്ച് ഉറക്കം മരുന്ന് വാങ്ങിത്താ. ഒന്നും ഓർക്കാണ്ട് കിടന്ന് നേരം വെളുപ്പിക്കാലോ. കല്യാണം കഴിഞ്ഞ് 4-5 കൊല്ലം വെളിപോടെ കിടന്നതാണല്ല. എന്നിട്ടിപ്പ എന്തായി? ഒരു കുഞ്ഞിക്കാല് നീ എനിക്ക് തന്നാടി. അതെന്റെ കുഴപ്പമാണ്. ആ, പിന്നല്ലാണ്ട് നിന്റെ ഹാർമോണിയപ്പെട്ടിയുടെ കുഴപ്പമാണെന്നാണ് ഡാക്ടർ പറഞ്ഞത്. ദേ, എരണം കെട്ട വർത്താനം പറയരുത് കേട്ടാ. അങ്ങാപ്പുറത്തൊരാള് കിടപ്പുണ്ട്. എന്നാ പിന്നെ എന്റെ വായിന്നുള്ള സുനാപ്പിക്കേഷനൊന്നും കേൾക്കാൻ നിൽക്കാണ്ട് കാക്കൂട്ടിന് കയ്യും പറ്റിയാണ് തുറക്കാൻ നോക്കണേ. നമ്മടെ ഹിന്ദി